CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയന്റെ മകൾ വീണ കുടുങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആകാംക്ഷയും അല്ലെങ്കിൽ ചർച്ചകളും കൊഴുക്കുന്നത്. വെള്ളിയാഴ്ച ED സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വീണയെ. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചോദ്യം ചെയ്യലായിരിക്കില്ല, രേഖകളും മറ്റും പരിശോധിക്കാനാണ് ED സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണയും വല്ലാതൊരു പ്രതിരോധത്തിലാവുന്നൊരു ഘട്ടമാണ്. കാരണം ഹൈക്കോടതിയിൽ നടക്കുന്ന തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം EDയുടെ ഭാഗത്ത് നിന്ന് അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നു. ഇനി സമൻസ് അയച്ചു, സമൻസിൽ പിന്നാലെ ഇനി അടുത്ത നടപടിക്രമങ്ങളിലേക്ക്, ഇനി തെളിവ് ഉൾപ്പെടെയുള്ള ഹാജരാക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി വീണ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം? വീണയ്ക്ക് തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു സംഗതി ചെയ്യാനുള്ളത്. തെളിവുകൾ ഹാജരാക്കുക. തെളിവുകൾ എന്ന് പറഞ്ഞാൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ, ആ കരാർ കാലയളവിൽ ഇവർ തമ്മിലുള്ള കരാറിന് സാധൂകരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. എന്താണ് ഇവർ കൊടുത്തിട്ടുള്ള സർവീസ്, ആ സർവീസ് സ്വാഭാവികമായിട്ട് സർവീസിനനുസരിച്ചിട്ടുള്ള ഈ കോർട്ട് വിധികളിലൊരു ഇത് വെച്ചിട്ട് എന്താ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ കേസുകളിലെ പോലെയല്ല. സാധാരണ കേസുകളിൽ നമ്മൾ ആ കുറ്റം തെളിയും വരെ നമ്മൾ നിരപരാധിയാണ്, ആ തരത്തിലാണ്. ഈ കേസുകളിൽ ആരോപണം ഏൽക്കുന്നയാൾ വേണം അയാളുടെ നിരപരാധിത്വം തെളിയിക്കണം. അതായത് വീണ തെളിയിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ, വീണയുടെ കയ്യിൽ അതിൻ്റെ പൊസഷൻ ഉണ്ട്, ഈ അസറ്റിൻ്റെ പൊസഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ കൈമാറിയ പണത്തിൻ്റെ 1,70,000 അത്രയും തുക അവരുടെ കയ്യിലുണ്ട്. ആ പൈസയുടെ എന്താ പറയുക, അത് ട്രേസ് ചെയ്തിട്ട് കാണിക്കേണ്ടത് ഇവരുടെ ചുമതലയാണ്. അതാണ് അതിൻ്റെ ലോജിക്ക്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ ഇവരുടെ കയ്യിൽ തെറ്റായ രീതിയിലെത്തിയ പണം കയ്യിലുണ്ട്. ഇതിന് തെളിവ് ഹാജരാക്കണം. തെളിവ് ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഈ വർഷങ്ങളിൽ കരാറ് വെറും ഒരു കരാറിൻ്റെ ബേസിൽ മാത്രം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കോടതികളുടെ എടുത്തിട്ടുള്ള നിലപാട്. നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു കടലാസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒറ്റ ഫലത്തിൽ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയ പണം സാധൂകരിക്കപ്പെടുന്നില്ല. അത് സാധൂകരിക്കണമെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾ ഏത് തരത്തിലൊക്കെ പങ്കാളിയായി എന്നുള്ളതിൻ്റെ തെളിവുകൾ വേണം. അതും 1-2 വർഷത്തെ, ഒരു മാസത്തെ 2 മാസത്തെ ഒന്നുമല്ല. 2017 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിലെ 3-4 വർഷത്തെ ബിസിനസ് ഉണ്ട്. ആ കാലയളവിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ഈ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമുണ്ടെന്നാണ് കോടതികൾ ആ തരത്തിലാണ് പല കേസുകളിലും വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്നാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പോൾ എന്തിനാണ് സേവനം നൽകിയത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പണം വാങ്ങിയെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ EDയുടെ മുമ്പിൽ വരുന്നത്. ഇപ്പം നമുക്ക് പറയാം, വീണയെ കൂടാതെ 9ഓളം പേർക്ക് ഇപ്പം ED സമൻസ് കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനകത്ത് കുറച്ച് പേരുടെ പേരുകൾ ഞാനിപ്പം പറയാം. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ വീണയ്ക്ക് ആദ്യമായിട്ടാണ് ED സമൻസ് അയച്ചാൽ വിളിച്ചു വരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ EDക്ക് മുന്നിൽ ഹാജരാകുക, ഈ ഇടപാടുകൾ നടന്നതിൻ്റെ തെളിവുകൾ ഹാജരാക്കുക, അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങളായിട്ട് ED ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളാകട്ടെ അവ ഹാജരാക്കുക മാത്രമാണ് വീണയ്ക്ക് മുമ്പിലുള്ള വഴി. അല്ലെങ്കിൽ മറ്റൊരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണയ്ക്ക് ഹാജരാകാതിരിക്കാം എന്നുള്ളതിനും കുറച്ച് സങ്കീർണതയുള്ള പ്രശ്നങ്ങളാണ്. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു കേസാണ്. വർഷങ്ങളായിട്ട് ഇപ്പം 1 വർഷത്തിന് മേലെയായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇപ്പം കൊഴുക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വീണയ്ക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. അതായത് ഈ EDയുടെ സമൻസ് റദ്ദാക്കണമെന്നോ അങ്ങനെയൊക്കെ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സമീപിക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കോടതിയുടെ നിലപാട് ഒരിക്കലും ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് വരില്ല, അതായത് EDക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ട്. ഇപ്പൊ വീണയ്ക്ക് ചെയ്യാവുന്ന രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, EDയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷയും ഭയം ഉണ്ടാകും. അതിന് ആ ഒരു
ആകാംക്ഷ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാം. ഈ ഒരു 2 ഓപ്ഷനാണ് നിലവിലുള്ളത്. കാരണം വെച്ചാൽ ഇതിന് രണ്ടിനും മുതിരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ അധികം വേട്ടയാടിയ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനി വീണയ്ക്കിനി തൻ്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള, തൻ്റെ ഭാഗം എത്രത്തോളം ശരിവെക്കാൻ പറ്റും, അല്ലെ ശരി വെക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഇതിനപ്പുറം ഇനി ഒരു ഇതില്ല, ഇതിനപ്പുറത്തോട്ട് ഇനി വീണയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഘട്ടത്തിലെങ്കിലും തനിക്ക് ന്യായീകരിക്കും, താൻ ഇത്ര നാൾ വാദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്, രേഖകളുണ്ട്, ബാങ്ക് വഴിയാണ് ഇടപാടുകൾ നടന്നതെന്നൊക്കെ. ഇങ്ങനെ നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നടന്നു എന്ന് പറയുമ്പോഴും ആ രേഖകളൊക്കെ ഇപ്പോൾ ഇഡിക്ക് കൈമാറാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അത് എങ്ങനെയാണ് ഈ ഇടപാട് നടന്നത്, എന്തിനാണ് ഇടപാട് നടന്നത്, പണം വാങ്ങിയിരുന്നതിൻ്റെ കണക്കുകളൊക്കെ ഇപ്പോൾ വീണയ്ക്ക് അവിടെ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കാൻ ചെയ്യും. അതിനുശേഷം മാത്രമേ ഇഡിക്കിനി അടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീണയെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഭാഗം ക്ലിയർ ആക്കാനും ഇഡിക്ക് അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ വീണയിൽ നിന്ന് അറിയാനുമുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് റീറ്റെയിനർ കരാറുകളുടെ ഒരു കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക കോർട്ട് വെർഡിക്റ്റിലേക്ക് ഒരുപക്ഷെ ഈ കേസ് പോയേക്കും. റീറ്റെയിനർ കരാറുകൾ പലപ്പോഴും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംഗതിയും കൂടി ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ പല കമ്പനികളും ഇങ്ങനെ പുറത്തുള്ള ഏജൻസികളെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു കമ്പനിക്ക് തുടർച്ചയായിട്ട് ഒരു പ്രത്യേക സർവീസിനെ സ്വന്തം കമ്പനിക്കകത്ത് കൊണ്ടു നടക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ പുറത്തുള്ള ഏജൻസികളെ സമീപിക്കുന്നതൊക്കെ സാധാരണമാണ്. അതിൽ തന്നെ ഇങ്ങനെ വളരെ നിശബ്ദമായിട്ട് പോകുന്ന റീറ്റെയിനർ കരാറുകളുണ്ടാവും. ഇത് ഒരാവശ്യം വരുമ്പോൾ മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന റീറ്റെയിനർ കരാറുകളുണ്ടാവും. നമുക്കതിലൊന്നും എന്താ പറയുക, ഒരു കൃത്യമായിട്ട് ഇന്ന മാസം ഇത്ര ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും നിയമങ്ങളുമില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് നിയമത്തിൻ്റെ നൂലാമാലകൾ കിടക്കുന്നുണ്ട്. ഇതിൽ വാദപ്രതിവാദത്തിന് ഒരുപാട് സാധ്യതകളും കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കൊക്കെ പോയി ഈ ഒരു വിഷയത്തിൽ, ഈ റിട്ടൈനർ കരാറുകളുടെ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരാനും ഒക്കെ ഈ ഒരു കേസ് വഴി വെച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചധികം കാലം ഈ കേസ് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് തന്നെയാണ് ഇഡിയും ആഗ്രഹിക്കുന്നതെന്നാണ് തോന്നുന്നത്. ശരിക്കും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആർക്കുമില്ല. അതിൻ്റെ കൂടെ തന്നെ വീണയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ വീണയുടെ കാര്യത്തിൽ ഇതിൽ പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടെന്ന് പറയുന്നവർ തന്നെ വീണയുടെ കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നാള് വീണയുടെ ഭാഗത്തു നിന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാത്തതിന്റെ പ്രശ്നം. അതെ ഇപ്പൊ ഈ വിഷയത്തിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടന്നപ്പം പിണറായി വിജയൻ പറയുന്നുണ്ട്, ഇഡി എന്നോടൊന്നും ചോദിച്ചില്ല, മകളോടാണ് സംസാരിച്ചത്, അത് കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, അന്ന് പിണറായിയുടെ വസതിയിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തിലധികം പലയിടത്തും റെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും വീണയുടെ വീട് പിണറായി വിജയൻ ഉണ്ടായിരുന്ന വീട് അവിടുത്തെ റെയ്ഡാണ്. അവിടുത്തെ റെയ്ഡിൽ വെച്ചാൽ സ്വാഭാവികമായിട്ടും വീണയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഈട് ചോദിച്ചറിഞ്ഞോ എന്നുള്ളവരായിരുന്നു എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആകാംക്ഷയ്ക്ക് പോലും മറുപടി കൊടുത്തത് പിണറായി വിജയൻ. അദ്ദേഹമാണ് പറയുന്നത്, എന്നോടൊന്നും ചോദിച്ചില്ല, വീണയോടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. ഇതിൽ പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് എന്നുള്ളതിന് നമുക്ക് പല തെളിവുകൾ വേണമെങ്കിൽ ഹാജരാക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ പേരുകൾ ഇതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ കുഞ്ഞാലിക്കുട്ടിയുടെ വരുന്നുണ്ട്, ചെന്നിത്തലയുടെ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയ ഫണ്ട്, എന്താ പറയുക, തെരഞ്ഞെടുപ്പ് ഫണ്ട് ആയിട്ടാണ് പണം വാങ്ങിയത് എന്നുള്ള ഒരു ന്യായത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഈ ഊഹാപോഹങ്ങളുടെ കൂടെ വരുന്ന കേൾക്കുന്നത്. പക്ഷേ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു റീറ്റെയിനർ കരാറിൻ്റെ മേലെ എത്ര അധികം ആലോചനകൾ നടത്തി ഇതൊരു കേസാക്കി മാറ്റി വീണയെ കൊടുക്കാമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെയും ചെന്നിത്തലയും കൊടുക്കാൻ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അവർ ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങിയെന്നുള്ള പ്രശ്നമുണ്ട്. ചെന്നിത്തല ഏത് അക്കൗണ്ടിലേക്ക്, പാർട്ടി അക്കൗണ്ടിലേക്കാണ് വാങ്ങിയിട്ടുണ്ടാവുക, അതൊക്കെ വലിയ പ്രശ്നമാണ്. അല്ല, അതങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ ആരോപണങ്ങളാണ്. എന്നാൽ പോലും ഡയറിയിലുള്ള പേരുകൾ മാത്രമാണ്. അപ്പോൾ അത് പല ആളുകളും പറയുന്നുണ്ട്, പല മാധ്യമപ്രവർത്തകരും പറയുന്നുണ്ട് ഓരോ പേരുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ തരത്തിൽ ഫ്രെയിം ചെയ്യണമെങ്കിൽ അവർക്ക് ഇതും ഫ്രെയിം ചെയ്യാവുന്നേ ഉള്ളൂ.
ഇത് ഏത് അക്കൗണ്ടിലേക്ക്, അതിൻ്റെ മറ്റുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ പാലിച്ചിരുന്നു. ഫണ്ട് വാങ്ങാനുള്ള ഈ പ്രോപ്പർ ചാനലിലൂടെയാണോ അത് നടന്നിട്ടുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിലൊന്നും ഇതുവരെ ഒരു നീക്കുപോക്കുകൾ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സില്ലി കേസിനെടുത്ത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വോള്യൂം ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സില്ലി ആയിട്ടുള്ളൊരു കേസാണ്. ഇപ്പോൾ കർണാടകയിൽ പോയിട്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ സിദ്ധരാമയ്യോട് അല്ലെങ്കിൽ DK ശിവകുമാറിനോട് പറയും ഞങ്ങളുടെ നാട്ടിലൊരു വമ്പൻ അഴിമതി കേസുണ്ട്, എത്ര കോടി രൂപയുടെ, 1.25 കോടി രൂപയുടെ, അവർ തലകുത്തി മറിഞ്ഞിരിക്കും ശരിക്കും. അപ്പോൾ അവിടെ നിന്നും അവരൊന്നും ഇതൊരു അഴിമതിയായിട്ട് പോലും കാണാത്ത തരത്തിൽ അത്ര സില്ലി ആയിട്ടുള്ളൊരു കേസാണ്. ആ ഒരു സില്ലി ആയിട്ടുള്ള കേസിൻ്റെ പുറകെ EDയുടെ മേധാവിക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വ്യക്തി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വീണയുടെ കാര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്. ഇതിൽ രണ്ട് സൈഡും, അതായത് ഒരു സൈഡും പിടിക്കാൻ പറ്റാത്ത അവസ്ഥ സത്യത്തിൽ ഈ കേസിലുണ്ട്. കാരണം വീണ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവല്ല, ഇയാളുടെ മകളാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കണമെന്നില്ല. പിന്നെ രാഷ്ട്രീയ നേതാവിനോടുള്ള പക പോക്കാൻ വേണ്ടി ബന്ധുക്കളെ ആക്രമിക്കുന്നു എന്നൊക്കെ നമുക്കങ്ങനെ പറയാമെങ്കിലും ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. അത് അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന കാലത്തും ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു ക്ലാരിറ്റി വരുത്താൻ തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ തയ്യാറായിട്ടില്ല, ഇപ്പോഴും തയ്യാറല്ല. ഇതിൽ കൃത്യമായ അവ്യക്തത പൊതുസമൂഹത്തിന് പോട്ടെ, പാർട്ടി മെമ്പേഴ്സിന് എന്തെങ്കിലും വേണ്ട, അവിടെ ആരുടെ പാർട്ടിക്കകത്തുമില്ല, ആർക്കുമില്ല. ഇതൊന്നും ആരോടും ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിലൊരു സ്ഥിതിഗതി അതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലെ രാഷ്ട്രീയ ഉന്നം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിലുള്ള അഴിമതിയെ അംഗീകരിക്കാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സന്ദീപ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് മറുപടി നൽകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ നൽകുന്ന മറുപടി പോലും അപൂർണമെന്നും പറയുന്നുണ്ട്. അത് പാർട്ടിക്കകത്തും പൊതുസമൂഹത്തിലും അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കോൺഗ്രസിൽ നിന്ന് പല പേരുകളും പണം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള പണമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വന്ന സോഴ്സ് എങ്ങനെയാണ്, പണം എങ്ങനെ വന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. ഭാവിയിൽ ഇപ്പോൾ വീണയുടെ മുറ്റത്ത് വന്ന, പിണറായി വിജയൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന ഇടി നാളെ അവിടെയും ചെന്നേക്കാം. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പം ചെന്നിത്തല ആയിക്കോട്ടെ, കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ വളരെ സമചിത്തയോടെയാണ് മറുപടി പറയുന്നതും പ്രതികരിക്കുകയും ചെയ്യുന്നത്. ആവേശമൊന്നുമില്ലാതെ തന്നെ ഇടപെടുന്നത്. മുരളീധരൻ തന്നെ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ നേർക്കും വരും. അവർ ഇക്കാര്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇത്ര നാളും പിണറായി വിജയനും അല്ലെങ്കിൽ വീണയെ എന്ത് പറഞ്ഞാണോ പ്രതിരോധിച്ചത്, എന്ത് ന്യായീകരണങ്ങളാണോ പറഞ്ഞത്, അതിൻ്റെ രേഖകൾ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് EDക്ക് മുമ്പിൽ ഹാജരാക്കുക. അത് ബാങ്ക് ഇടപാടുകളാണെങ്കിലും അല്ലെ IT ഫയൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എന്ത് രേഖകളുണ്ടെങ്കിലും ഹാജരാക്കുക എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ളത്. കാരണം വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു ഓപ്ഷൻ ഇല്ല. കാരണം വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞ രാഷ്ട്രീയ വേട്ടയാടലുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ED അതിനനുസരിച്ച് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യും. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടതുപോലെ തന്നെ EDയുടെ വാഹനത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ പോലും EDയെ വളരെയധികം ഒരു നാണിപ്പിക്കുന്ന സംഭവമായിപ്പോയി. അപ്പോൾ അതിൻ്റേതായ ഒരു വൈകാരികത നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച സമൻസ് അയച്ച് വിളിപ്പിച്ച് വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയെങ്കിൽ വീണ എന്താണ് തനിക്ക് ഭാഗം ക്ലിയർ ആക്കുക, വീണയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ വീണയ്ക്ക് ഇനി EDയോട് തന്നെ റിക്വസ്റ്റ് ചെയ്യാം, എനിക്ക് രേഖകൾ ഹാജരാക്കാൻ അല്ലെങ്കിൽ സമയം വേണമെന്ന്. സ്വാഭാവികമായിട്ട് ED അങ്ങനെ 1-2 സമൻസിന് അങ്ങനെ സമയം അനുവദിച്ച് കൊടുക്കാറുണ്ട്. അതിനൊരു സാധ്യത മാത്രം ഇവിടെയാണുള്ളത്. അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ മൂലമോ അസൗകര്യം മൂലമോ ഒഴിവാകാം. എന്നാലും ഈ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സന്ദീപ് ആദ്യം പറഞ്ഞ പോലെ ഈ പണം എങ്ങനെ എന്തിനു വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശേഷിക്കുന്നുണ്ട്. അതിനൊക്കെ വീണ തന്നെ മറുപടിയും പറയണം. EDയോട് മാത്രമല്ല പൊതുസമൂഹത്തിനോടും പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീണയ്ക്കെതിരെ എന്ന് പറയപ്പെടുന്ന ഈ അന്വേഷണം കാര്യങ്ങളും പിണറായി വിജയനെതിരെയുള്ളതാണ്. അപ്പം പിണറായി വിജയൻ്റെ ഭാഗം കൂടെ ക്ലിയർ ആക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ EDയുടെ ഈ നടപടിയിൽ വീണ കറക്റ്റായിട്ടുള്ള വ്യക്തമായ രേഖകൾ ഹാജരാക്കണം. എന്തുകൊണ്ടാണ് ഈ പണം വാങ്ങിയത്, അല്ലെങ്കിൽ ഇതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ക്ലിയർ ആക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റാത്തൊരു നിമിഷമാണ് ഇനിയുള്ളത്. ഇതിൽ പൊതുസമൂഹത്തിനും അതുപോലെ CPM എന്ന് പറയുന്ന പാർട്ടിക്കും ഇത്രയധികം എന്താ പറയുക
ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് സഹിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരാവശ്യം തോന്നുന്നില്ല. ഇനിയില്ല. അതായത് വീണ പൂർണ്ണമായിട്ടും ഈ ഒരു സാഹചര്യത്തിന്, ഈ ഒരു പ്രശ്നത്തിനെ ഏറ്റെടുക്കുക, അവർ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ നേരിടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇക്കാര്യത്തിൽ മുമ്പ് നമുക്ക് പല മാതൃകകളുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ മകനെതിരെ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം പിൻവാങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അത് മകൻ്റെ പ്രശ്നമാണ്, അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ അദ്ദേഹം മാറി നിൽക്കുക, എന്താ പറയുക, അതിനെ പാർട്ടിയെ കൂട്ടിപ്പിടിക്കാനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ കാര്യത്തിലും വീണ ഇതൊരു പാർട്ടിയുടെ പ്രശ്നമാക്കുകയും പാർട്ടിക്കാരെ കൊണ്ട് ED തല്ലിക്കുകയും എന്നിട്ട് അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്.